ഗോകുലം ഗോപാലൻ്റെ വീട്ടിലും സ്ഥാപനങ്ങളിലും ഇ ഡിയുടെ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ചെന്നൈയിലെ നീലാങ്കരയിലെ വീട്ടിലും അതുപോലെ തന്നെ വടകരയിലെ വീട്ടിലും റെയ്ഡ് നടക്കുകയാണ്. കോഴിക്കോട്ടുള്ള ഗ്രാൻഡ് കോർപ്പറേറ്റ് ഓഫീസിലും അവിടെയും റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നു. ചെന്നൈയിൽ കോടമ്പക്കത്തുള്ള ചില ധനകാര്യ സ്ഥാപനങ്ങൾ, അത് ഗോകുലം ഗോപാലൻ തുടക്കം മുതലേ ആ സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിൻ്റെ തുടക്കം മുതലേ ഉള്ള സ്ഥാപനങ്ങളാണ്. ഗോകുലം മാള് കോഴിക്കോട്ടും അവിടെ റെയ്ഡ് നടക്കുന്നുണ്ട്. എമ്പുരാൻ സിനിമയുടെ ഫൈനാൻസറായി രംഗത്ത് വന്ന ശേഷമാണ് ഇത്രയും ക്വിക്കായ ഒരു റെയ്ഡിലേക്ക് വന്നത്. എമ്പുരാനെ തൊട്ടവർക്കെല്ലാം കൈപൊള്ളിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അതിൻ്റെ തട്ടിപ്പ് മേഖലകൾ വേറെ ആയിട്ടാണ് എല്ലാവരും ചിത്രീകരിക്കുന്നത്. എമ്പുരാൻ എന്ന സിനിമയെ പ്രകീർത്തിച്ചുകൊണ്ട് ധാരാളം ആൾക്കാർ രംഗത്ത് വന്നെങ്കിലും അത് ഓരോ കടമ്പ കിടക്കുന്നതും പബ്ലിസിറ്റി കൊണ്ടുവന്നിരിക്കുകയാണ്. 100 കോടിയും 200 കോടിയും ക്ലബ്ബുകളൊക്കെ കടന്നുപോയി എന്നുള്ള വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഒരു സിനിമയുടെ ഒരു തിയേറ്ററിലുള്ള കളക്ഷൻ്റെ പകുതിയോളം അവിടുത്തെ കോർപ്പറേഷനിലെ അല്ലെ പഞ്ചായത്തിലെ ടാക്സുകളായിട്ടും ലോക്കൽ ടാക്സുകളായിട്ടും ആ തിയേറ്റർ ഉടമയ്ക്കായിട്ടും ഏകദേശം പകുതിയോളം രൂപയോളം പോയി. 100 രൂപയിൽ 50% അങ്ങനെ പോയി കിട്ടും. ബാക്കി 50% പ്രൊഡ്യൂസർക്ക് വരുന്നത്. അപ്പോൾ 100 കോടി ക്ലബിൽ വന്നാൽ 50 കോടിയെ പ്രൊഡ്യൂസറുടെ കയ്യിലിട്ട് എത്തുള്ളൂ എന്നാണ് കരുതുന്നത്. ഏതായാലും എമ്പുരാൻ സിനിമയ്ക്ക് ലോകം മുഴുവൻ വലിയ കളക്ഷനാണെന്നും അതിന് കോടിക്കണക്കിന് രൂപയുടെ വരവ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നെന്നും അത് 100 കോടി ക്ലബ്ബ് 200 ക്ലബ്ബ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വാർത്തകൾ വരുന്ന കണ്ടു. ഇതൊക്കെ കളക്ഷൻ പോയിന്റ് ഓഫ് വ്യൂവിലാണോ ഈ വാർത്തകൾ സൃഷ്ടിച്ചു വിടുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. എന്നാലും അതിൻ്റെ ഒരു 50% മാത്രമേ പ്രൊഡ്യൂസറുടെ കയ്യിൽ വരികയുള്ളൂ. മറ്റൊരു കാര്യം, ഇവരൊക്കെ ഈ കാര്യത്തിൽ GST അടയ്ക്കുന്നുണ്ടോ, അതുപോലെ തന്നെ ഇൻകം ടാക്സ് അടയ്ക്കുന്നുണ്ടോ, ഇതിനകത്ത് വന്ന പണത്തിൻ്റെ സോഴ്സ് എവിടെയാണ്, അല്ലെങ്കിൽ മുടക്കിയ പണം എവിടുന്ന് വന്നു, ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ ഒരു അന്വേഷണം തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും പരിശോധിക്കും. ഇഡിയുടെ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. എല്ലാ സ്ഥലത്തും റെയ്ഡുകൾ നടത്തി കൊണ്ടിരിക്കുകയാണ്. എമ്പുരാനിലെ മറ്റ് പണം മുടക്കിയവരുടെ വീടുകളിലെ സ്ഥലങ്ങളിലേക്ക് തീർച്ചയായിട്ടും റെയ്ഡ് ഉണ്ടാവും. അതുപോലെ തന്നെ മോഹൻലാലിൻ്റെയും പൃഥ്വിരാജിൻ്റെയൊക്കെ അഭിനേതാക്കളുടെ വീടുകളും അവരും ഇതിൻ്റെ ഭാഗമാണ്. ആന്റണി പെരുമാവൂരിൻ്റെയൊക്കെ വീടുകളിലും ഒക്കെ റെയ്ഡ് ഉണ്ടാവും. തീർച്ചയായിട്ടും അവർ പറഞ്ഞിട്ടുള്ള അക്കൗണ്ടുകൾ അവർ കാണിക്കാൻ ബാധ്യസ്ഥരുമാണ്. എന്തായാലും സിനിമയെപ്പറ്റി വലിയ നല്ല അഭിപ്രായങ്ങൾ ആർക്കും തന്നെ ഇല്ല. പക്ഷേ കളക്ഷൻ പോയിന്റ് ഓഫ് വ്യൂവിലാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത്. പ്രൊഡ്യൂസർമാരും ഡയറക്ടർമാരും ഒക്കെ ശ്രദ്ധിക്കുന്നതും അങ്ങനെയാണ്. അവരുടെ ഫാൻസുകളെല്ലാം ആ കാര്യത്തിലാണ് വിജയക്കൊടി നാട്ടാൻ ശ്രമിക്കുന്നത്. പക്ഷെ അവിടെയല്ല കാര്യങ്ങൾ കിടക്കുന്നത് എന്നുള്ളതാണ്. ഇത് ഒരു ഹൈപ്പ് ഉണ്ടാക്കിയത് എന്തിനാണ്? കളക്ഷൻ പോയിന്റ് ഓഫ് വ്യൂവിലാണോ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ യഥാർത്ഥത്തിലുള്ള കണക്കാണെന്നും അതിൻ്റെതായ ടാക്സുകൾ ഇന്ത്യയുടെ വിവിധ ഏജൻസികളിൽ അടയ്ക്കാനും ഇവർ ബാധ്യസ്ഥരാണ്. യഥാർത്ഥത്തിൽ പണം വന്നതാണോ? ഇതിന് ആരെങ്കിലും ബ്ലാക്ക് മണി കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തതാണോ? വിദേശങ്ങളിൽ നിന്ന് പണം വന്നിട്ടുണ്ടോ? ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ഗോകുലം ഗോപാലൻ്റെ വീടും അല്ലെങ്കിൽ കോഴിക്കോട് അദ്ദേഹത്തിൻ്റെ മാളും അദ്ദേഹത്തിൻ്റെ കോഴിക്കോട്ടെ ഗ്രാൻഡ് കോർപ്പറേറ്റ് ഓഫീസിലും എല്ലാം റെയ്ഡ് നടക്കുകയാണ് ഇപ്പോൾ. അതുപോലെ തന്നെ ഇത് ഇഡിയുടെ ഒരു റെയ്ഡും പരിശോധനയാണെങ്കിലും അദ്ദേഹത്തിന് ആയിരക്കണക്കിന് രൂപയുടെ വിദേശ ഇടപാടുകളുണ്ടെന്നൊരു ആരോപണം വന്നിട്ടുണ്ട്. അത് അന്വേഷിക്കുന്ന ഫെമയാണ്. അപ്പോൾ ഫെമയായിട്ട് ബന്ധപ്പെട്ട ഒരു അന്വേഷണം ഈ കൂടെ ഉണ്ട് താനും. എന്തായാലും ഗോകുലം ഗോപാലിൻ്റെ വളർച്ച നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹം ചുറ്റി നടത്തിയാണ് ഇതുപോലെ സ്വത്തുണ്ടാക്കിയതും പിന്നെ വ്യവസായ മേഖലകൾ പലതിലും അദ്ദേഹം പണം ഇൻവെസ്റ്റ് ചെയ്ത് പണമുണ്ടാക്കി. ഏതായാലും ഒരു സത്യസന്ധനായ ഒരു വ്യവസായി ആയിട്ടാണ് പൊതുവെ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന് കള്ളപ്പണം നിക്ഷേപം ഉണ്ടോ, അല്ലെ കള്ളപ്പണം ധാരാളം ഉണ്ടോ, അല്ലെങ്കിൽ വിദേശത്ത് എവിടെയെങ്കിലും കള്ളപ്പണം നിക്ഷേപിക്കുന്നു, അങ്ങനെയുള്ള വാർത്തകളൊന്നും ഇതുവരെ കേട്ടിട്ടില്ല. പക്ഷെ ഇപ്പം ഇഡിയുടെ ആ റെയ്ഡുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് ആയിരക്കണക്കിന് കോടി രൂപയുടെ വിദേശ ഫണ്ട് വന്നിട്ടുണ്ട് എന്നുള്ളൊരു ആരോപണമുണ്ട്. അത് ശരിയാണോ ഇല്ലയെന്നാണ് ഇഡിയുടെ റെയ്ഡ് നടത്താനുള്ള കാരണം.
അതിനോടൊപ്പം തന്നെ ഫെമ കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ട്. കോടമ്പക്കത്തെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സ്ഥാപനം ഒന്നായ ചിറ്റ്സ് ആൻഡ് പിൻസിലും റെയ്ഡ് നടത്തി. എന്തായാലും 200 കോടി ക്ലബിൽ എമ്പുരാൻ എത്തിയെന്നും 220 കോടിയിൽ എത്തിക്കഴിഞ്ഞു എന്നൊക്കെയുള്ള വാർത്തകൾ ഇങ്ങനെ വരുന്നുണ്ട്. പൊതുവെ എമ്പുരാനിൽ തൊട്ട എല്ലാവരുടെയും കൈ പൊള്ളിയിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അതൊരു ജിമ്മിക്കാണ്, അല്ലെങ്കിൽ അത് ആൾക്കാരെ ഒരു ഹൈപ്പ് കയറ്റി കളക്ഷൻ പോയിന്റ് ഒക്കെ കൂട്ടാൻ വേണ്ടിയുള്ള തന്ത്രമായിരുന്നോ എന്നു സംശയിക്കേണ്ടിയിരിക്കും. അവർക്ക് പണം ഉണ്ടാക്കിക്കോട്ടെ, അത് പൊതുജനങ്ങളെ അറിയിക്കേണ്ട ആവശ്യം എന്തെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് തീർച്ചയായിട്ടും ആ ഹൈപ്പ് കാണിക്കുന്നത് മറ്റുള്ളവർ ഓടിക്കൂടി സിനിമ കണ്ട് അത്രയും കളക്ഷൻ കൂട്ടാനാണ്. എങ്ങനെ പോയാലും ശരി, ഒരു മാസത്തെ ഒരു 750 തിയേറ്ററുകളിലും അതുപോലെ ഇന്ത്യക്കും വിദേശത്തും ഉള്ളതെല്ലാം കൂടെ കൂടി ഒരു 150 തിയേറ്റർ കൂടെ വന്നാൽ തന്നെ ഒരു 900 തിയേറ്ററിലുള്ള കളക്ഷനേ ഉള്ളൂ. അത് നോക്കണം. നമുക്ക് 200 രൂപ വെച്ച് കൂട്ടാം. 3 ഷോ ഉണ്ടാകാം മാക്സിമം, അല്ലെങ്കിൽ ചിലപ്പം ആവറേജ് 3 ഷോയാണ് ഇതിൻ്റെ പിന്നിൽ. അപ്പോൾ എത്ര പണം വരും എന്നൊക്കെ മനക്കണക്ക് കൂട്ടാനുള്ളൂ. അതുകൊണ്ട് ഈ 200-240 ക്ലബ്ബൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ആ സിനിമ ഞാൻ കണ്ടിട്ടുമില്ല, സിനിമ കാണാൻ ഒട്ടും ഉദ്ദേശവുമില്ല. അതിൻ്റെ കാരണം അതിനകത്ത് ഫോട്ടോഗ്രാഫിയിലും ഇതിലും കാണിക്കുന്ന ഒരു ട്രിക്കുകളല്ലാതെ ഒരു കഥാതന്തു അല്ലെങ്കിൽ ഒരു കഥയുണ്ടെന്ന് കരുതുന്നില്ല. അതിനകത്ത് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളുടെ അവരെ പലരെയും വിമർശിക്കത്തക്ക രീതിയിലുള്ള കഥകളും ഒക്കെ പറഞ്ഞു യഥാർത്ഥ സംഭവങ്ങളൊക്കെ വളരെയധികം അതിനകത്ത് കാണിക്കുന്നുണ്ട്. എങ്കിലും എല്ലാ രംഗത്തും വിവാദമായ സ്ക്രിപ്റ്റ് ആയിരുന്നു അതിനുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഇപ്പോൾ വളരെയധികം രാഷ്ട്രീയമായ ചേരിപ്പോരുകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളുണ്ടായ രാജ്യത്തിന് ദുഃഖകരമായ അവസരം സൃഷ്ടിച്ച സംഭവങ്ങളും രാജ്യത്തിന് നാണക്കേടുണ്ടാക്കിയ സംഭവങ്ങളും അത് പല രാഷ്ട്രീയ പാർട്ടികളെ വിമർശിക്കത്തക്ക രീതിയിലുള്ള ചില സംഭാഷണങ്ങളും ഒക്കെ ആ ടി-വിക്കകത്ത് ആ സിനിമയ്ക്കകത്ത് കണ്ടു നമ്മൾ. പക്ഷെ അതൊക്കെ ഇപ്പം വളരെ വിവാദമായിരിക്കുന്നു. ഒരു സിനിമ നിർമ്മിക്കുന്നത് നല്ല കഥ വേണം, കഥാതന്തുക്കൾ വേണം, അഭിനയ മുഹൂർത്തങ്ങൾ വേണം, നല്ല അഭിനയക്കാർ വേണം, ആൾക്കാർക്ക് കണ്ട് രസിക്കണം ഒക്കെയാണെങ്കിലും ഇതുപോലുള്ള ജിമ്മിക്സുകൾ കാണിച്ചിട്ട് അതിൻ്റെ പുറകെ മലയാളികൾ മുഴുവൻ പോകേണ്ട ഒരു ആവശ്യമുണ്ടോ എന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇത് ഇന്ത്യയിലെ എല്ലാ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഒരു പാഠമാണ് എമ്പുരാൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോൾ. കാരണം പല തമിഴ്നാട്ടിലും അതുപോലെ കർണാടകയിലും അതുപോലെ ആന്ധ്രാപ്രദേശിലും ഒക്കെ ബോംബെയിലും ഒക്കെ ഈ രീതിയിലുള്ള, ബംഗാളിലും ഒരു പരിധിവരെ ഈ രീതിയിലുള്ള ജിമ്മിക്സുകൾ നടത്തിയ പല സിനിമകളും പുറത്തു വന്നിട്ടുണ്ട്. അവരുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയത്തില്ല. എങ്കിലും മലയാളത്തിലെ അത്യുന്നത നടന്മാരെന്ന് കരുതുന്ന ഇവിടുത്തെ മോഹൻലാലും പൃഥ്വിരാജും അതുപോലെ തന്നെ നല്ല സ്ക്രിപ്റ്റ് എഴുതി തരുന്ന ഗോപിയുടെ മകനും അവരൊക്കെ ഇതിനകത്ത് വന്നുപെട്ട് യോജിച്ചൊരു പുതിയ സംഭാവന അല്ലെങ്കിൽ മലയാളത്തിലെ ഏറ്റവും കരുത്തുറ്റ ഒരു സിനിമ നൽകും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. എല്ലാം കൈവിട്ടു പോയ പോലെ തോന്നുന്നുണ്ട്. അതിനകത്ത് ഭാഗവാക്കായ എല്ലാവർക്കും അവരുടെ സാമ്പത്തിക സോഴ്സുകളും അന്വേഷിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇഡിയും അതുപോലെ എൻഫോഴ്സ്മെൻറ്റിലെ പല ഏജൻസികളും. കൊച്ചിയിലുള്ള ഇഡിയുടെ ഓഫീസിൽ നിന്നാണ് ഈ അന്വേഷണം തുടങ്ങി വച്ചിരിക്കുന്നത്. എന്തായാലും മോഹൻലാലും പൃഥ്വിരാജും അതുപോലെ ഇതിനകത്ത് ഭാഗവാക്കായ മറ്റു നടന്മാരും ഒക്കെ അവരുടെ കണക്കുകളൊക്കെ ബോധിപ്പിക്കേണ്ടി വരും. അവർക്ക് ഇതിനകത്ത് എത്ര കിട്ടിയെന്ന് ബോധിപ്പിക്കേണ്ടി വരും. അവർ എത്രമാത്രം ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ള ബോധിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് ആ ഒരു സംരംഭത്തിലേക്ക് ഇഡി പോയി കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ പ്രാരംഭമായിട്ടാണ് ഇപ്പോഴത്തെ റെയ്ഡ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതേസമയത്ത് അവർ ഇഡിയുടെ ആൾക്കാർ പറഞ്ഞത് ഇത് ഫെമയായിട്ട് ഗോകുലം ഗോപാലിന് വിദേശത്തു നിന്ന് 10,000 കോടി രൂപയുടെ ഫെമയുടെ ചില ഉറവിടങ്ങൾ ഉണ്ടായി എന്ന് സംശയിക്കുന്നു. അതുകൊണ്ടാണ് ഈ ഒരു അന്വേഷണം ഇപ്പം നടക്കുന്നതെന്ന് അവർ വിശദീകരിക്കുന്നുണ്ട്. എന്തായാലും എമ്പുരാൻ എന്ന സിനിമയ്ക്ക് ശേഷമാണ് ഈ രീതിയിലുള്ള വാക്പോരുകളും അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കസർത്തുകളും സാമ്പത്തിക ഇടപാടുകളും അന്വേഷണ ഏജൻസികളും എല്ലാം ത്രില്ലടിപ്പിക്കുന്ന രീതിയിൽ പല പല പ്രസ്താവനകൾ നടത്തുന്നതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും എമ്പുരാനെ തൊട്ടവരുടെ എല്ലാവരും കൈ പൊള്ളി എന്നാണ് ഞാൻ കരുതുന്നത്.